ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. 62 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 1600 രൂപ വീതമാണ് പദ്ധതിയുടെ ആനുകൂല്യമായി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 4 മാസത്തെ പെൻഷൻ തുകയായ 6400 രൂപ കുടിശ്ശികയായി തുടരുകയാണ്. ഇതിലൊരു ഗഡു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ജനുവരി മാസത്തിൽ ഈ കുടിശ്ശിക പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത്തരത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപ ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചേക്കാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ദിവസം നികുതി വിഹിതമായി 3330 കോടിയോളം രൂപ ലഭിച്ചതും ഈ 3200 രൂപയുടെ വിതരണ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20-നും 30-നും ഇടയിലായിരിക്കും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പെൻഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണമെന്നതാണ്. അതായത് വിധവ, അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ജനുവരി 30-ന് മുൻപ് സാക്ഷ്യപത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം. അതായത് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനുവരി 30-ന് മുൻപായി സമർപ്പിക്കേണ്ടത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ രേഖകൾ കൃത്യസമയത്ത് നിങ്ങൾ ഹാജരാക്കിയില്ലെങ്കിൽ 2025-ൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതിനാൽ തന്നെ ഈ രേഖകൾ ജനുവരി 30-ന് മുൻപായി തന്നെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.